ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനോസ് ട്രീറ്റ്സിലേക്ക് സ്വാഗതം. 2 മുട്ടയും ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും ഉണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആട്ടോ ഇത്. ഒട്ടും എണ്ണയൊന്നും പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആട്ടോ ഇത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിന് ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. ഇതിലേക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചേർക്കുന്ന മാവിൽ വ്യത്യാസം വരാം കേട്ടോ. ഇതുപോലെ അല്പം ലൂസ് ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ഇനി മാവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും അല്പം പച്ചമുളക്, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം കറിവേപ്പില നുറുക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അല്പം കൂടി കടൽമാവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവ് ലൂസായി പോയാൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ അതങ്ങ് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കണം എന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കേണ്ടത്. അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയോ അല്ലാത്ത ഈ ഒരു പാകത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ മാവ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കണക്കിൽ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ മാവൊന്ന് വീർത്ത് വരും. കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് പാകമായി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഇപ്പം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഞാനൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.